ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും +2 ഫിസിക്സ് പരീക്ഷയ്ക്ക് എഴുതി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈസി ആയിരുന്നോ, മീഡിയം ആയിരുന്നോ, അല്ലെ ടഫ് ആയിരുന്നോ നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക. ഈസി, മീഡിയം, ടഫ് എന്നുള്ള രീതിയിൽ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആൻസർ കീ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാനും, രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മുടെ എക്സാമിൻ്റെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് 3 ലൈവുകളാണ് വെച്ച്, 2 സെമിനാർ ലൈവും പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് ലൈവും. അത് വന്ന് ഇരുന്നവർക്ക് എന്തെങ്കിലും പരീക്ഷയിൽ ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വിത്ത് ഫാക്ട്സ്, വിത്ത് പ്രൂഫ് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. മാത്രമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, കുറച്ച് ഇൻസൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും പബ്ലിക് എക്സാം വരാൻ ചാൻസ് ഉള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം, പിക്ക് ഔട്ട് ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. സിമ്പിൾ ചോദ്യമായിരുന്നു. ടെസ്ല മീറ്റർ സ്ക്വയർ ആയിരുന്നു കറക്റ്റ് ആയിരുന്നു, പക്ഷേ അതില്ല, വെബറാണ് കറക്റ്റ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തു പോയ കാര്യം തന്നെയാണ്. ടെസ്ല മീറ്റർ സ്ക്വയറും കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക, പക്ഷേ ടെസ്ല മീറ്റർ ആണ്, അത് കറക്റ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ വീണ്ടും ഒരു കാര്യം, നമ്മുടെ 26 ഡിസംബറിന് വി ആർ സ്റ്റാർട്ടിങ് അവർ ക്രാഷ് ബാച്ച്. മര്യാദയ്ക്ക് ഒരു പഠനം പഠിച്ചിട്ട് പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാമിനറുടെ കൂടെ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചവർക്ക് ഓൾറെഡി അറിയായിരിക്കും ബാച്ചിൽ നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് 3 ദിവസം പഠിച്ചതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ പ്രൂഫ് കാണിച്ചു തരും. പക്ഷേ മനസ്സിലായല്ലോ. അപ്പോൾ ജോയിൻ ചെയ്ത് പഠിച്ചാൽ അടിപൊളിയായിരുന്നു പബ്ലിക് എക്സാം തകർക്കാം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിൽ ചെയ്തു തരേണ്ട കാര്യം, ഞാൻ എക്സാമിനറുടെ ക്ലാസ്സിന് ഡയറക്റ്റായിട്ട് വന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മാർക്ക് ഇവിടെ ഇടും. അത് ടോട്ടൽ ചെയ്തിട്ട് എക്സാമിനറിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് എത്ര മാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ടോട്ടൽ മാർക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് ടാലി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. 1 മാർക്ക് ഡയറക്റ്റ് ക്ലാസ് എന്നാണ്, ഡയറക്റ്റിൽ മാത്രമേ ഞാൻ കൂടുള്ളൂ കേട്ടോ. ദ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ്സ് ദാറ്റ് ലൈറ്റ് ഇസ് എ സെയിം സാധനം നമ്മൾ ചെയ്താണ് അല്ലേ, നേരെ തിരിച്ചാന്നേ ഉള്ളൂ. പോളറൈസേഷൻ ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ഇവിടെ ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ, പോളറൈസേഷൻ ട്രാൻസ്വേഴ്സ് വേവ് ടിക്കറ്റ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ക്ലാസ് എന്നുള്ള ചോദ്യമാണ്. വീണ്ടും 1 മാർക്ക് ഡയറക്ട്ലി ഫ്രം ക്ലാസ് ആണ്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ പോയി സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മീഡിയം ഇസ് ലെസ് ദാൻ ദാറ്റ്. എപ്പോഴും സ്പീഡ് വാക്യൂമത്തിനാലും കുറവായിരിക്കും. നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അടക്കം ചെയ്തിട്ടുണ്ട്, കോൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്, ചോദ്യങ്ങളടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. വാക്യൂമായിരിക്കും 3×10⁸. ബാക്കിയുള്ള ഏത് മീഡിയം എടുത്താലും അവിടെ സ്പീഡ് കുറവായിരിക്കും. എയർ എന്ന് എഴുതിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പക്ഷേ കറക്റ്റ് ആൻസർ ഈസ് വാക്യൂം. വീണ്ടും ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്, 1 മാർക്ക്. വേണം നിങ്ങൾക്ക് 1/2 മാർക്കൊന്നും കൂട്ടാൻ, കറക്റ്റ് അത് ചോദിച്ചില്ലല്ലോ സാറിന്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഇത് ആക്ച്വലി കുറച്ച് സിമ്പിൾ ഫോർമുലയാണ്, നമ്മുടെ ഗോസസ് ലോന്റെ ഫോർമുല തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മീഡിയത്തിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ചിലപ്പോൾ വരും, ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക, വിച്ച് ഇസ് 3Q. അപ്പോൾ 3Q ആണ് മുകളിൽ വരേണ്ടത്. താഴെ ε0 അല്ല, ഇവിടെ ഒരു മീഡിയത്തിലാണ് വെച്ചത്. അപ്പം എപ്സിലോൺ ഓഫ് മീഡിയം ആണ്. അപ്പോൾ എപ്സിലോൺ മീഡിയം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു എന്താണ് ε0 ആണ്. അപ്പോൾ ഇത് 80 ആണ് ഇവൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു ε0. അതാണ് താഴെ വരേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ദിസ്. ഇതിപ്പോൾ ഡയറക്റ്റ് ക്ലാസ് എന്നാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇക്വേഷൻ നമുക്ക് അറിയുന്നതുകൊണ്ട് ഒരു പകുതിയെങ്കിലും ക്ലാസ് എന്നാണ് പറയാം. 1/2 മാർക്ക് കൂട്ടിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾ 0 മാർക്ക് കൂട്ടിക്കോ. ഓക്കെ, 1/2 മാർക്ക് ഞാൻ കൂട്ടും, അത്രേ ഉള്ളൂ. കോൺകേവ് ലെൻസ് ഇസ് ഓൾ, ഇതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം ഡെഫിനിഷൻ അടക്കം കഴിഞ്ഞ ദിവസത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കോൺവെക്സ് കൺവേർജിങ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് വെക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്, നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ കറക്റ്റ് ഫ്രം ക്ലാസ് ആണ്, ഒന്നും പറയാനില്ല. കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ആണ്, കോൺവെക്സ് കൺവേർജിങ് ആണ്. 1 മാർക്ക് ഡയറക്റ്റ് ഫ്രം ക്ലാസ്, ഒന്നുമില്ല. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഗ്രാഫ് ദിൽഷ മിസ് ബാച്ചിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോസിറ്റീവാണ് എടുത്ത് പറയാത്തതുകൊണ്ട് സ്ക്രീൻഷോട്ട് വെക്കാനില്ല. ആൻസർ എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഫോർ കണ്ടക്ടർ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ അത് എഴുതി വെക്കുക. എക്സാമിനറിന് വന്നിട്ടില്ല, 0. ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ ആണ്. എഫിഷ്യൻസി നമ്മൾ ബാച്ചിലൊക്കെ എടുക്കുന്നതാണ്, യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം എടുത്തില്ല എന്ന് തന്നെയാണ് സത്യം. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് പവർ ആണ് എഫിഷ്യൻസിയുടെ റേഷ്യോ. അപ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ VS/IS ബൈ VP/IP ആണ്. ഇതിന് ന്യൂമറിക്കലൊക്കെ നമ്മൾ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്തില്ല എന്നാണ് സത്യം. ആൻസർ എന്താണ്, കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഇവർ പറഞ്ഞ കാര്യം ട്രൂ ആണ്. 0 മാർക്സ് ഫ്രം എക്സാമിനർ. ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ ഒക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചോദ്യമാണ്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടി മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് വേണം എഴുതി വെക്കാം. എന്താണ്, ഒന്നെങ്കിൽ ക്ലോസ് ലൂപ്സ് ഫോം ചെയ്യില്ല, പോസിറ്റീവ് നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിലേക്ക് എന്താണ് ചെയ്യുക എന്നുള്ള ഏത് പ്രോപ്പർട്ടി വേണം നിങ്ങൾ എഴുതി വെക്കുക. ഇന്റർസെക്ട് ചെയ്യില്ല, ഏത് വേണം എഴുതിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അത് ഡയറക്ട്ലി ഫ്രം ക്ലാസ് ആണ്, ഇൻറ്റു 2 മാർക്സ് ഡയറക്റ്റ് ഫ്രം എക്സാമിനർ. ഇതൊക്കെ കൗണ്ട് ചെയ്യണം ആരെങ്കിലും ഒരാൾ. ഓക്കെ, ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്, ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റൻ തന്നെയാണ്. റൈറ്റ് ഡൗൺ ദി ഇലക്ട്രിക് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ. ഇത് ആക്ച്വലി ഞാനൊരു ഡെറിവേഷൻ അടക്കം 1 ഷോട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞാൻ പഠിപ്പിച്ചില്ല, അതാണ് സത്യം. വേണമെങ്കിൽ പഠിപ്പിക്കായിരുന്നു, പക്ഷേ ഞാൻ പഠിപ്പിച്ചില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല.
ഇക്വട്ടോറിയൽ 0 ആയിരിക്കും. ആക്സിയൽ എന്തായിരിക്കും KP/r² അഥവാ 1/4πε P/s². ബേസിക്കലി തീറ്റ എന്തായിരിക്കും 0 ഡിഗ്രി ആയിരിക്കും, ആക്സിയലിൽ ഇക്വട്ടോറിയൽ 90 ഡിഗ്രി ആയിരിക്കും, അപ്പോൾ 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മാർക്ക് എക്സാമിനറിന് കൂട്ടണം, ഇത് നിങ്ങൾ കൂട്ടണ്ട, ഇതൊന്ന് കൂട്ടണം, കാരണം ഡയറക്റ്റ് ഡെറിവേഷൻ ഇക്വേഷൻ ഡെഫിനിഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 1 മാർക്ക് കൂട്ടിയാൽ മതി. മറ്റേ 1 മാർക്ക് കഴിഞ്ഞ 3 ദിവസങ്ങൾ പഠിപ്പിച്ചില്ല, പക്ഷേ അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളൊക്കെ ഇഷ്ടംപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്, കൂട്ടണ്ട. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ഡയറക്റ്റ് ക്ലാസ് എന്നുള്ള സാധനം തന്നെയാണ്. അപ്പോൾ എത്ര മാർക്ക് കൂട്ടണം? 2 മാർക്ക് കൂട്ടണം. ഇതാണ് സാധനം. ഇതിൻ്റെ അടുത്ത പേജും കൂടി ഉണ്ട്, അതും കൂടി ചെയ്ത് വെക്കണം, നല്ല ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സ്റ്റേറ്റ് ഗോസസ് ലോ, സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. അപ്പോൾ ഇതുവരെയായിട്ട് സ്റ്റാൻഡേർഡ് അല്ലാത്ത ചോദ്യം മറ്റേ ആ ഗോസസ് ലോൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ പെർമിറ്റിവിറ്റി 80 എന്നുള്ള, അത് മാത്രമേ സ്റ്റാൻഡേർഡ് അല്ലാത്ത ഒരു കുറച്ച് ടഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സിൽ ചോദിച്ചാണ്. ഇത് എന്താടോ, ഇതൊന്നുമില്ല, മുറിച്ച് കഴിഞ്ഞാൽ എന്നാൽ ഇവിടെ സൗത്ത് പോൾ വരും, ഇവിടെ നോർത്ത് പോൾ വരും. അപ്പോൾ ഇത് സൗത്ത്, ഇവിടെ നോർത്ത് സൗത്ത്, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ക്ലാസ് എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് കൂട്ടാൻ പറ്റില്ല. 1 മാർക്ക് ഡയറക്റ്റ് ക്ലാസ് എന്നാണ് ഗോസസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് സ്റ്റേറ്റ്സ്, ഇതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ ഇതാണ്, ഇത് എഴുതി വെച്ച മാർക്ക് കിട്ടി. ഈക്വേഷൻ കൂടി എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് 1 മാർക്ക് അവിടെ നിന്ന് കിട്ടി. ഡയറക്റ്റ് എക്സാമിനറിന് കിട്ടി. ഷോ ദാറ്റ് ലൈറ്റ് റേ ബെൻസ് ടു, ഇതൊക്കെ നമ്മൾ ചെയ്താണ്. റിഫ്രാക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ലൈറ്റ് റേ എന്താണ്, എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക എന്നുള്ളത്. 2 റയർ ടു ഡെൻസറോ, ഡെൻസർ ടു റയറോ, 2 പഠിപ്പിച്ചാണ്. 2 പിക്ചർ വരച്ച് വെക്കുക. അത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ പിക്ചർ വരച്ച് വെക്കുക കേട്ടോ, വേറെ ഒന്നും ഇല്ല അവിടെ ചെയ്യാൻ വേണ്ടി. 1 എഴുതി വെക്കുക. 2 മാർക്സ് ഫ്രം എക്സാമിനർ, അത്രേ ഉള്ളൂ. അടുത്തത് ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്, വാട്ട് ഈസ് എ 1 ഹെൻറി. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇൻഡക്ഷൻ്റെ ഒക്കെ ഡെഫിനിഷൻ ക്ലാസ്സിൽ വൃത്തിക്ക് മിസ് പഠിപ്പിച്ചാണ്, അപ്പോൾ അത് എഴുതി വെക്കുക. വാട്ട് ഈസ് 1 ഹെൻറി ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇത് മാത്രം നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ്ലി പറയാത്ത ഒരു കാര്യമാണ്, പക്ഷേ ഈ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ച കുട്ടിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബേസിക്കലി ഒന്നുമില്ലടോ, ഇതിൻ്റെ ഇക്വേഷൻ എന്താ, മാഗ്നിറ്റ്യൂഡിൻ്റെ L/di/dt ആണ്. അപ്പോൾ ഇത് 1 ഹെൻറി എപ്പോഴാണ് വരിക? ഒന്നുമില്ല, നിങ്ങൾ ഇത് 1 വോൾട്ട് ആക്കുക, ഇത് 1 ആംപിയർ പെർ സെക്കൻഡ് ആക്കുക, അപ്പോൾ കിട്ടുന്ന സാധനമാണ് 1 ഹെൻറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വെക്കുക 1 ഹെൻറി ഇഫ് കറണ്ട് ചേഞ്ചസ് അറ്റ് 1 ആംപിയർ പെർ സെക്കൻഡ് ഇൻഡ്യൂസിങ് ആൻഡ് ഓപ്പോസിങ് EMF 1 വോൾട്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ആ ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ആണ് 1 ഹെൻറി എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഒന്ന് പഠിച്ച് വെച്ചേക്ക് എക്സാമിൽ. ബേസിക്കലി സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷനായി ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ 1 മാർക്കേ കൂട്ടാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ഫ്രം ക്ലാസ് എന്നാണെങ്കിൽ കേട്ടോ. പിന്നെ ഇതൊക്കെ കോമഡി ചോദ്യങ്ങളല്ലേ. ഇതെന്താണ്? ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. കപ്പാസിറ്ററിൽ കറണ്ടാണ് ലീഡ് ചെയ്യുക, ഇൻഡക്ടറിൽ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുക. സീരീസിൽ എന്ത് വേണേൽ സംഭവിക്കാം, റെസിസ്റ്റീവിൽ ആരും ലീഡൊന്നും ലാഗൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ്ലി പഠിപ്പിച്ചതാണ്. ഇത് മാസ്റ്റർ ഫോളോയിങ് പഠിപ്പിച്ചില്ല, പക്ഷേ ഡയറക്റ്റ്ലി പഠിപ്പിച്ചാണ്. ക്ലാസ് കണ്ട ഏത് റൂട്ടിക്കും ഈസി ആയിട്ട് ഇതിന് ആൻസർ കൊടുക്കാവുന്നതാണ്. ഈസി ക്വസ്റ്റൻ ആണ് കേട്ടോ. വാട്ട് ഇസ് TIR ഡെഫിനിഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി കണ്ടീഷൻസ് 2 കണ്ടീഷനും പഠിപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്, 3 മാർക്സ് അവിടെ കിട്ടി ഫ്രം എക്സാമിനർ. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസം ലൈവുകളാണ് എടുക്കുന്നത്. 1 ഷോട്ടിൻ്റെയോ അല്ലെ വേറെ ഒന്നും കൂട്ടണ്ട, കാണിച്ചു തന്നതിന് കൂട്ടണ്ട. ഓക്കെ, ഒന്നും കാണിച്ചിട്ടില്ല, ഒരെണ്ണം മാത്രം കാണിച്ചുള്ള, കൂട്ടിയിട്ടില്ല. ഡിഫൈൻ ലോറൻസ് ഫോഴ്സ്. ഭാഗ്യത്തിന് ഏതൊരു കുട്ടി ലൈവിൽ ഡേ 2 ലൈവിൻ്റെ അവസാനം എൻ്റെ ഭാഗത്തിൻ്റെ അവസാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇത് പഠിപ്പിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ക്ലാസ്സിൽ വന്നു എന്നുള്ള കാര്യം. ബേസിക്കലി എന്താണോ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സമ്മാണ്. ഈക്വേഷൻ കൂടി എഴുതി വെക്കുക, അപ്പോൾ അവിടെ 1 മാർക്ക് കിട്ടി. കമ്പ്യൂട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ലോങ് സ്ട്രേറ്റ് ഓഫ് എ ലോങ് സ്ട്രേറ്റ് വയർ ഡിസ്റ്റൻസ് 1. ഇത് ഞാൻ ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്, μ0I/2πr ഡെറിവേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ന്യൂമറിക്കൽ ഞാൻ ഡയറക്റ്റ്ലി ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ അത് ചെയ്ത് വന്നാൽ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 × 10⁻⁷ ടെസ്ല. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് 1 മാർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള 1 മാർക്ക് ന്യൂമറിക്കൽ ഡയറക്റ്റ്ലി ചോദിക്കാത്തതുകൊണ്ട് പറ്റില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഫോർമുല പഠിച്ച കുട്ടിക്ക് നമ്പർ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അവിടുത്തെ വിഷയം. ഓക്കെ, എന്നാലും 1 മാർക്ക് കൂട്ടിയാൽ മതി. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതൊക്കെ ക്ലാസ് നേരെയുള്ള സാധനമല്ലേ, EMIയുടെ ഡെഫിനിഷൻ. അതൊക്കെ നേരെ ക്ലാസ് എന്നാണ്, 1 മാർക്ക് ക്ലാസ് എന്നാണ്. പിന്നെ ഇതും നേരെ ക്ലാസ്സിൽ ഇതേപോലത്തെ പ്രോബ്ലം ചെയ്താണ്. ആകെ വോൾട്ടേജിൻ്റെ ആണെന്നേ ഉള്ളൂ, പക്ഷേ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. പീക്ക് എല്ലാം കണ്ടുപിടിക്കാൻ, ആംഗുലർ ഫ്രീക്വൻസി എല്ലാം, ടൈം പീരീഡ് ഒക്കെ കണ്ടുപിടിക്കാൻ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറണ്ട് വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. അപ്പോൾ അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലടോ, ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക, പുറത്ത് എടുക്കുന്ന സാധനമാണ് പീക്ക് വാല്യൂ. അപ്പോൾ പീക്ക് വാല്യൂ I0 എന്താണ് 77 ആംപിയർ എന്ന് കിട്ടി. പിന്നെ ഇതാണ് ω/t ആണല്ലോ, അപ്പോൾ അതാണ് ഒമേഗയും ഫ്രീക്വൻസി തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് കിട്ടും. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ റെസിപ്രോക്കലാണ്, അപ്പോൾ അതും കിട്ടി. പിന്നെ ഉള്ളതാണ് എന്താണ് T=2 കൊടുക്കുക. അപ്പോൾ T=2 കൊടുക്കുമ്പോൾ എന്താണ് 628 കിട്ടും. sin 620 കാൽക്കുലേറ്റർ എടുക്കുക, അപ്പോൾ ആൻസർ 0 എന്ന് കിട്ടുക, കറണ്ട് 0 എന്ന് കിട്ടി. അപ്പോൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ക്ലാസ് എന്തെങ്കിലും ചെയ്തൊരു കുട്ടിക്ക് ഇത് വെറും പീനട്സ് ആണ്. ഓക്കെ, ചെയ്യാത്ത കുട്ടിക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലാവുണ്ടാവില്ല എന്നായിരിക്കും സത്യം. അപ്പോൾ ഇത് രണ്ടും ക്ലാസ്സിന് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്. 2+1 3 മാർക്സ് എക്സാമിനറിന്, ഒന്നും പറയാനില്ല. EM വേവ്സ് ആർ നോട്ട് മെക്കാനിക്കൽ വേവ്സ്. എന്തുകൊണ്ടാണോ? അവിടെ ഇനി മീഡിയം വേണ്ട. ക്ലാസ്സിൽ മിഷാൻ സാർ വളരെ വൃത്തിയിട്ട് പറഞ്ഞു, അവിടെ പോയി ഇതാ നോ മെറ്റീരിയൽ മീഡിയം ഇസ് റിക്വയർഡ് ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്സ് എന്ന് പറയാം, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. അതാണ് അതിൻ്റെ റീസൺ, അതാണ് മെക്കാനിക്കൽ വേവ്സ് അത് ആവാത്തതിൻ്റെ റീസൺ. ഓക്കെ,
അറേഞ്ച് ദ ഫോളോയിങ്, ഇതൊക്കെ ക്ലാസ്സിൽ എത്ര പ്രാവശ്യം ഫ്രീക്വൻസിയുടെ ഓർഡറിൽ തന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പം അറേഞ്ച് ചെയ്യുക. റെമി വുക്സ് ജി എന്ന് പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കുക. റെമി വുക്സ് ജി ആ ഓർഡറിലും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഈ ഓർഡറാണ് അവസാനം നിങ്ങൾക്ക് കിട്ടുക. ഡയറക്ട്ലി 3 മാർക്സ് ഫ്രം ക്ലാസ് തന്നെയാണ്, അതിലൊന്നും കൂടുതൽ ചോദിക്കാനും പറയാനൊന്നുമില്ല. മാഗ്നറ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ഡെഫിനിഷൻ എഴുതി വെക്കുക, അവിടെ കിട്ടി. ഡയാമാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആവശ്യത്തിൽ കൂടുതൽ 3 പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതി വെക്കുക. ഡയറക്റ്റ് 3 മാർക്സ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് പോളറൈസേഷൻ? ബേസിക്കലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഡെഫിനിഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പോളറൈസേഷൻ്റെ ഡെഫിനിഷൻ അതിനെ ഞാൻ പഠിപ്പിച്ചില്ല. പക്ഷേ ബേസിക്കലി എന്താണോ അൺപോളറൈസ്ഡ് ലൈറ്റ് പോളറൈസ്ഡിലൂടെ പാസ് ചെയ്യുമ്പോൾ പോളറൈസ്ഡ് കിട്ടും. അതാണ് പോളറൈസേഷൻ്റെ ഡെഫിനിഷൻ. അത് ഞാൻ ഡയറക്ട്ലി പഠിപ്പിക്കാത്തതുകൊണ്ട് അവിടെ കൂട്ടണ്ട. ലിസ്റ്റ് എനി ടു ആപ്ലിക്കേഷൻസ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ചെയ്താണല്ലോ, Day 3 നമ്മൾ ചെയ്താണ്. ഇതിൽ ഏത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 1 മാർക്ക് കൂട്ടിയാൽ മതി എക്സാമിനർ ക്ലാസ്സിന്. സ്റ്റേറ്റ് മാനസ് ലോ ഒക്കെ നമ്മൾ പഠിപ്പിച്ചാണ്. റൈറ്റ് ഡൗൺ ഇസ് എക്സ്പ്രഷൻ, അത് അവിടെ തന്നെ പഠിച്ചു. I0 cos square θ എന്ന് എഴുതി വെക്കുക, മാർക്ക് കിട്ടി. അപ്പം ഇവിടുന്ന് ഒരു മാർക്ക്, 2 മാർക്കേ അവിടെ നിന്ന് കൂട്ടേണ്ടതുള്ളൂ, 1 മാർക്ക് കൂട്ടണ്ട. വാട്ട് ഇസ് റെസണൻസ് ഇൻ LCR? റെസണൻസിനൊക്കെ സ്റ്റാൻഡേർഡാണ്, ഇതൊക്കെ സ്റ്റാൻഡേർഡാണ്, ഇതിലൊന്നും പുതുതായിട്ടൊന്നുമില്ല കേട്ടോ, പുതുതായിട്ടൊന്നുമില്ല. ഒപ്റ്റൈൻ എക്സ്പ്രഷൻ ഫോർ റെസണൻസ് ഫ്രീക്വൻസി, അത് ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. അപ്പോൾ ഈ 2 ചോദ്യം 2 മാർക്ക് ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ഇത് ഡയറക്ട്ലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല, പക്ഷേ ബേസിക്കലി ഒന്നുമില്ല. ഇൻ ദ ഫോളോയിങ് ബ്ലാ 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 വിച്ച് കർവ് ഹാസ് ലോസ്. റോസ് ഏറ്റവും കൂടുതൽ കറണ്ട് ആർക്കാൻ നോക്കുക, അയാൾക്കല്ല ഏറ്റവും കൂടുതൽ റോസ് റെസിസ്റ്റൻസ് ഉണ്ടാവുക, ഏറ്റവും ലോസ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. സോ ദി ആൻസർ ഇസ് R1, കാരണം ഏറ്റവും കൂടുതൽ കറണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാണ് റെസിസ്റ്റൻസ് കുറവുണ്ടാവും. ആൻസർ ഇസ് R1. ഡയറക്ട്ലി ക്ലാസ്സിൽ ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഗ്രാഫൊക്കെ പഠിപ്പിച്ചാണ് കേട്ടോ മിസ്, അതിൻ്റെ ലോജിക്ക് പഠിപ്പിച്ചാണ്. ഡയറക്ട്ലി ഇങ്ങനത്തെ ചോദ്യം ചെയ്യാത്തതുകൊണ്ട്, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ചെയ്യാത്തതുകൊണ്ട് കൂട്ടുന്നില്ല, 2 മാർക്ക് മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അവിടെ പോയി. നെക്സ്റ്റ് 22, 21 ഒന്നും മിസ്സാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് 1 ആംപിയർ ഡെഫിനിഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഡ്രോ ദ VI ഗ്രാഫ്. അതൊക്കെ കോമഡി ചോദിച്ചു, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ചോദ്യമല്ലേ, ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, അതൊന്നും പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ലെങ്ത്, ഏരിയ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, അത് 3 എഴുതി വെക്കുക. അവനെ ടെമ്പറേച്ചറും കൂടി എഴുതി വെച്ചോ. 4 മാർക്ക്, 3 × 4 എന്ന് പറഞ്ഞാൽ 4 മാർക്ക് ക്ലാസ്, ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്, ഒന്നും പറയാനില്ല അവിടെ. ലൈറ്റ് ആസ് വേവ് ചേഞ്ച്, വാട്ട് ആർ ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ടു ബി കോഹറന്റ്. കോഹറന്റ് ഡെഫിനേഷൻ എഴുതി വെക്കുക, അതിൽ തന്നെ ഉണ്ട് 0 ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എഴുതി വെക്കുക, 2 മാർക്ക് അവിടെ കിട്ടി. ഓക്കെ, വേണമെങ്കിൽ ദേ വിൽ ഹാവ് സെയിം ഫ്രീക്വൻസി കൂടെ എഴുതി വെക്കാം. ലിസ്റ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ്, ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 3 ഡിഫറൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതി വെച്ചാൽ കിട്ടും. ഡിഫ്രാക്ഷനും ഇന്റർഫറൻസ് പാറ്റേണും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. 2 + 2 4 മാർക്സ് അവിടെ കേട്ടോ, 4 മാർക്സ് കൗണ്ട് ചെയ്യുക, ഒന്നും ആലോചിക്കാനില്ല. ഇതൊക്കെ ക്ലാസ് ഫുള്ള് കണ്ടവർക്കാണ്. 3 ഇനി സാർ ഞാനതൊന്നും കണ്ടില്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോട് കാണാൻ പറഞ്ഞായിരുന്നു, അതിനുള്ള സമയം ഉണ്ടായിരുന്നു. റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കപ്പാസിറ്റർ. ഇതിന് ഡെറിവേഷൻ അടക്കം ചെയ്ത്, അല്ല ഇത് ഡെറിവേഷൻ അല്ലല്ലോ, ഡെറിവേഷൻ അടക്കം നമ്മൾ ചെയ്താണ്. പാരലൽ കപ്പാസിറ്റർ C = ε0 എഴുതി വെക്കുക, അപ്പോൾ 1 മാർക്ക് അവിടെ നിന്ന് കിട്ടി. ഈ ക്വസ്റ്റൻ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷേ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്തില്ല എന്നാണ് സത്യം. കാരണം ഇതിപ്പോൾ എക്സാക്ട്ലി ഇങ്ങനത്തെ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതുപോലത്തെ വേറെ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലെ മാർക്ക് ക്ലെയിം ചെയ്തില്ല. 3 മാർക്കിൽ 1 മാർക്ക് എനിക്ക് തരണം, കാരണം പാരലൽ സീരീസിനൊക്കെ ഞാൻ സെപ്പറേറ്റ് ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാണ്, അതുകൊണ്ട് ഞാൻ ഫുൾ മാർക്ക് ക്ലെയിം ചെയ്യാൻ എനിക്ക് അധികാരമില്ല. പക്ഷേ ബേസിക്കലി സംഭവം എന്താണോ, എൻ്റെ അമ്മേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോയോ, ആൻസർ കീ പോയോ, ഒന്ന് മക്കളൊന്ന് വെയിറ്റ് ചെയ്യേ. കിട്ടി. അപ്പോൾ ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇത് രണ്ടും പാരലല്ലേ, 3 2 കൂടി ആഡ് ചെയ്യുക, പാരലാണ് വെറുതെ ആഡ് ചെയ്താൽ മതി, അപ്പോൾ 4 എന്ന് കിട്ടി. എന്നിട്ട് ഇത് രണ്ടും പാരലല്ലേ, 6 × 2 ആഡ് ചെയ്യുക, അപ്പോൾ 8 എന്ന് കിട്ടി. 4 ഉം 4 ഉം സീരീസിലാണ് ഫോർമുല എന്താ, C1 C2/C1 + C2. ഓക്കെ, അല്ലെങ്കിൽ 1/C എഫക്റ്റ് ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേര് ഐഡന്റിക്കലാണ്, C/n എന്ന് ഉപയോഗിക്കാം. പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് അവസാനം ഇത് 2 എന്ന് കിട്ടും, ഇത് 2 കൂടി ചെയ്താൽ 8 എന്ന് കിട്ടും. ബേസിക്കലി സീരീസിൽ 2 പേര് ഐഡന്റിക്കൽ വന്നാൽ അതിൻ്റെ പകുതിയാക്കുക, 4/2 2, 8/2 4, എന്നിട്ട് വീണ്ടും പാരലല്ലേ, വെറുതെ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി കാണുമ്പോൾ ഒരു ടഫ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിലും കോൺസെപ്റ്റ് ബേസിക് ആയിട്ട് പഠിച്ച് ഒരു ചോദ്യമെങ്കിലും ഇതുപോലെ ചെയ്തൊരു കുട്ടിക്ക് 3 മാർക്കും കിട്ടുന്നതാണ് സത്യം. പക്ഷേ ഒബ്വിയസ്ലി ചിലപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും എനിക്ക് 1 മാർക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കൊണ്ട് ഞാൻ 1 മാർക്ക് ക്ലെയിം ചെയ്യുന്നുള്ളൂ. ഡിസ്പേർഷൻ ഡയറക്റ്റ് ക്ലാസ് എന്നുള്ള ചോദ്യമാണ്, Day 1 നമ്മൾ പഠിച്ചാണ്. ഡിറൈവ് ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, ഈ സാധനം എപ്പോഴും ചോദിക്കുന്നത് പറഞ്ഞാണ്. ഡയറക്റ്റ് ക്ലാസ് എന്നുള്ള ചോദ്യമാണ്, 3 + 1 4 മാർക്സ് ഫ്രം എക്സാമിനർ. ഡെറിവേഷൻ ദ ടോപ്പ് 10 ഞാൻ പറഞ്ഞ, ടോപ്പ് 10 എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടില്ല, അതിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് വന്ന് വരും എന്നുള്ള കാര്യം. വാട്ട് ഈസ് മോഷൻ ലിഫ്റ്റ് ക്ലാസ്സിൽ, ബ്രൈറ്റ് നീൻ ഡയഗ്രാം എക്സ്പ്രഷൻ ഫോർ മോഷൻ ലിഫ്റ്റ് ഫ്രം ക്ലാസ്, 4 മാർക്ക് ഫ്രം ക്ലാസ്. പിന്നെ എയറോപ്ലെയിൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷേ എയറോപ്ലെയിൻ ഓർത്ത് വെച്ചോ, എയറോപ്ലെയിൻ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് പോകുന്നത്, എയറോപ്ലെയിൻ്റെ വിങ്സ് കണ്ടക്ടറാണ്, അപ്പോൾ മോഷൻ EMF ഉണ്ടാവും. ആൻസർ എന്താണ്, യെസ് ആണ് എന്നുള്ള കാര്യം എഴുതി വെക്കുക. പക്ഷേ അത് ക്ലാസ് ഒന്നും ഇല്ല, അപ്പോൾ ആ 1 മാർക്ക് കൂട്ടിൽ ബാക്കിയുള്ള 4 മാർക്കേ കൂട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ എല്ലാ പേപ്പറിലും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് സാർ ഇത് ടഫാണ്, ഇതുകൊണ്ട് വന്നില്ലേ, അപ്പോൾ ടഫാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ എല്ലാ ഈസി പേപ്പറിൽ വരെ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ചോദ്യമൊക്കെ വരും. അപ്പോൾ അതൊക്കെ നാച്ചുറലാണ് കേട്ടോ. ഡിറൈവ് മിറർ ക്വസ്റ്റൻ ഡയറക്ട്ലി ഫ്രം ക്ലാസ്, 3 മാർക്ക് ഫ്രം ക്ലാസ്.
ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ 3 ദിവസം ലൈവ് ചെയ്തില്ല, പക്ഷേ റേ ഓപ്റ്റിക്സിന്റെ കഴിഞ്ഞ ആഴ്ച ഒരു ലൈവ് വെച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിന്റെ ലൈവിൽ. അതിൽ വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കൂട്ടുന്നില്ല 2 മാർക്കും കൂട്ടുന്നില്ല. ഓക്കെ, 3 മാർക്ക് പക്ഷെ കൂട്ടും, 2 മാർക്ക് കൂടെ കൂട്ടുന്നില്ല. അതിന്റെ ആൻസർ എന്താ കിട്ടുക? ആൻസർ ഈ ഫോർമുല ഉപയോഗിക്കുക. ഏത് ഫോർമുല? നമ്മൾ ക്ലാസ് പഠിച്ച ഫോർമുല V = U/U-F, അല്ലെ 1/F = 1/V + 1/U, അത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ചില്ല എന്നും പറയരുതാ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷെ അവിടെ നമ്പേഴ്സ് വേറെയാണ്, ഇവിടെ നമ്പേഴ്സ് വേറെയാണ്. അപ്പോൾ കിട്ടുക -60 സെൻറ്റിമീറ്റർ ആണ്. കിട്ടിയവർക്ക് നല്ല കാര്യം, ഇല്ലെങ്കിൽ പഠിച്ചു വെക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങൾ എക്സാമിൽ വരും കേട്ടോ, നമ്മൾ പഠിച്ചാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. പക്ഷേ ഇത് മാർക്ക് കൂട്ടേണ്ട, കാരണം കഴിഞ്ഞ 3 ദിവസത്തിലെടുത്തല്ലോ. സ്റ്റേറ്റ് കൂളംസ് ലോ കോമഡി ചോദ്യമാണ്, ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യനാണ്. ഷോ ദാറ്റ് ഇതൊരു നല്ലൊരു ചോദ്യമായിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാത്തൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് തീർച്ചയായും പബ്ലിക് എക്സാമിന് മുമ്പ് നമുക്കിത് പഠിക്കാം. നമ്മുടെ ബാച്ചിലൊക്കെ എന്തായാലും ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് സാധാരണ അങ്ങനെ ചോദിക്കാത്തൊരു ചോദ്യമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഡൂവബിൾ ആയിട്ടുള്ള സാധനമാണ്. ബേസിക്കലി ഫോഴ്സിൻ്റെ വെക്ടർ ഫോം വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളൂ. ഫോഴ്സിൻ്റെ വെക്ടർ ഫോം വെച്ച് എഴുതിയാൽ ഒരു ഫോഴ്സ് പോസിറ്റീവ് മറ്റേ ഫോഴ്സ് നെഗറ്റീവ് ആണെന്ന് കിട്ടും, മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് കിട്ടും. അങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഡോണ്ട് വറി, നമുക്ക് എന്തായാലും പഠിക്കാം. നമുക്ക് പഠിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതൊക്കെ കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ പേടിയാവുന്നേ ഉള്ളൂ, പക്ഷേ ആക്ച്വലി എന്താണ്, നമ്മുടെ ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആകെയുള്ളത് ഇവിടെ എന്താണ്, പ്രോട്ടോൺ ഇലക്ട്രോൺ ആണ്. പ്രോട്ടോൺ ചാർജ് എടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസ് വേറെയാണെന്നേ ഉള്ളൂ. സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം 50 ഷോർ ക്വസ്റ്റ്യൻസ് ലൈവിൽ പോയി ചെയ്തിട്ടുണ്ട്. അത് ചെയ്തവർക്ക് ഇതാ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് Q1 Q2/R² ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക, എന്നിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ആകെ ശ്രദ്ധിക്കേണ്ടത്, ചാർജുകൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 2 പേർക്കും പോസിറ്റീവ് ആയിട്ട് കൊടുക്കുക. 2 പേർക്കും 1.6 × 10⁻⁹ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. സിംപ്ലിഫൈ ചെയ്യുക കാൽക്കുലേറ്റർ ഉപയോഗിച്ച്. ആൻസർ വിൽ ബി ദിസ്. അട്രാക്റ്റീവ് ആയിരിക്കും, കാരണം പ്രോട്ടോൺ ഇലക്ട്രോൺ. വളരെ കോമഡി ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ഫ്രം ക്ലാസ് തന്നെ പറയാം. 1, 2, 3 5 മാർക്ക്, അല്ല 5 മാർക്കില്ല. ഇതിന് എത്രയായിരുന്നോ മാർക്ക് ഈ ചോദ്യത്തിന്? അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഗസ് അടിക്കാം. 1, ഇത് 3 ആവുമോ? അല്ല, ഞാൻ എൻ്റെ ഫോണിൽ നോക്കട്ടെ, വെയിറ്റ്. യെസ്, അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ തന്നെയാണ് ചെക്ക് ചെയ്തു. അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ 3 കിട്ടി. അത് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 3ഉം 1ഉം 4 മാർക്കേ ഉള്ളൂ. 1 മാർക്ക് കൊണ്ടുപോയി. പോട്ടെ, വിഷയമുള്ള കാര്യമല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ? വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പക്ഷേ ഈ സ്ലൈഡിൽ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വന്നിട്ടുണ്ട്. 1 മാർക്ക് അവിടെ കിട്ടി. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ ട്രാൻസ്ഫോമർ റേഷ്യോ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട് മിസ്. Day 1 തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് Day 3 ചെയ്തത്. 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 മാർക്ക് കിട്ടി. പിന്നെന്താണ് ഇത്? ഇത് സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ മാത്രം മതി. 2400 2200 ആണ്. പിന്നെ 4000 തന്നെയാണ്. പവർ 220 ആണ്, 240 വരെ. സെയിം ക്വസ്റ്റ്യൻ നമ്പർ മാറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പഠിച്ചവരാണെങ്കിൽ ഇവിടെ പോയി ആൻസർ, പഠിച്ചവരാണെങ്കിൽ ഇവിടെ പോയി ഇത് ആൻസർ, പഠിച്ചവരാണെങ്കിൽ VP/VS = NP/NS ഉപയോഗിക്കുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈസി ആയിട്ട് കിട്ടാവുന്ന ക്വസ്റ്റൻ ആണ്. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഡയറക്റ്റ് ക്ലാസ് എന്ന് വന്നാണ്. Day 3 അറ്റൻഡ് ചെയ്തവർക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മൊത്തം ക്വസ്റ്റൻ 2 + 2 + 1 5 മാർക്സ് ഫ്രം ദിസ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനർ പഠിപ്പിച്ചു തന്നത്. ആരെങ്കിലും ഒരാൾ എക്സാക്ട്ലി ഓണസ്റ്റ്ലി ഞാൻ പറഞ്ഞ പ്രകാരം കഴിഞ്ഞ 3 ദിവസത്തെ എത്ര എക്സാമിനറിന് വന്നിട്ടുണ്ടെന്നുള്ള ടോട്ടൽ കൊടുക്കുക. അതിൽ ഓപ്ഷൻസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ല. എത്ര മാർക്ക് വന്നിട്ടുണ്ടെന്നല്ല ടോട്ടൽ കൊടുക്കുക. ഓപ്ഷൻസ് ഓബ്വിയസ്ലി എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്കെങ്കിലും ഫുൾ മാർക്ക് വരെ ഈസി ആയിട്ട് നേടാൻ പറ്റിയ കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സും പിന്നെ അതിന് മുൻപത്തെ ക്ലാസ്സൊക്കെ അത്യാവശ്യം ഫോളോ ചെയ്ത് ഒരു ബേസ് ഉണ്ടാക്കി കുട്ടിക്ക് 3 ദിവസത്തെ ക്ലാസ്സും കൂടെ വെച്ചിട്ട് ഫുൾ മാർക്ക് വരെ നേടാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ ആൻസർ കീ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് എക്സാം എങ്ങനെയായിരിക്കും വരിക? ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ക്രിസ്മസ് എക്സാം അവർ ഓവർ ഡിഫിക്കൽട്ട്, കഴിഞ്ഞ വർഷമൊക്കെ ഓവർ ന്യൂമറിക്കൽസ് വെച്ച് ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്കിയിട്ടില്ല. പക്ഷെ അത് ഒന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല പബ്ലിക് എക്സാം എങ്ങനെയാവുന്നുള്ള കാര്യം. പബ്ലിക് എക്സാം വേണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും. പക്ഷെ ഒരു കാര്യം അവർ പറഞ്ഞു തരുന്നത് വെച്ചാൽ എന്തായാലും കുറച്ച് ചോദ്യങ്ങളെങ്കിലും കുറച്ച് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ, സ്റ്റാൻഡേർഡ് അല്ലാത്ത രീതിയിൽ, ആ എയർപ്ലെയിൻ്റെ കാര്യവും പിന്നെ ആ ഫസ്റ്റത്തെ ചോദ്യമില്ലേ നമ്മുടെ ഗോസസ് ലോൻ്റെ ആപ്ലിക്കേഷൻ വന്നത് 3-4 ചാർജ് തന്നു, പിന്നെ പെർമിറ്റിവിറ്റി അത് തന്നു, അത് കുറച്ചൊരു നോൺ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്, ഭയങ്കര ഒന്നല്ല. അപ്പോൾ അങ്ങനത്തെയും കുറച്ച് 1-2 ചോദ്യങ്ങളൊക്കെ വരാം എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂട്ടൺസ് 3rd ലോ പ്രൂവ് ചെയ്യാൻ ഫോർ കൂളംസ് ലോ, അത് എന്താണ് ഒരു നോൺ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ അതൊക്കെ 1 മാർക്ക് ചെറിയ ചോദ്യങ്ങളാണ്, വേണം അവോയ്ഡ് വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നുള്ള കാര്യം അവർ സൂചിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷനും അങ്ങനത്തെ കുറച്ച് നോൺ സ്റ്റാൻഡേർഡ്, അതിപ്പോൾ ഈ വൈക്കിലൊന്നും ചോദിക്കാത്ത രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, കൂളംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ, EMIൻ്റെ ഡെഫിനിഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കും എന്ന് തന്നെയാണ് അവർ കാണിച്ചിരുന്നത്. അപ്പം പബ്ലിക് എക്സാമിൻ്റെ ഒരു മോഡലാണ് ക്രിസ്മസ് എക്സാം എങ്കിൽ, വിച്ച് ഇസ് നോട്ട് മോഡൽ എക്സാം ശരിക്കും വരും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാം ഓവർ പേടിക്കേണ്ട എന്നാണ് സത്യം. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വി ഷുഡ് ഓൾവേസ്
ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്, പക്ഷേ പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ്. ആ പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ക്രാഷ് ബാച്ചിലും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സിനാരിയോ, അതായത് ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പർ വന്നു കഴിഞ്ഞാലും നമുക്ക് എക്സാം ഇൻ്ററിന് കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ക്രാഷിന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ഫിലോസഫി ആയിരിക്കും നമ്മൾ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിൽ ഇങ്ങനെ വന്നാലും ഇതിലും ടഫായിട്ട് വന്നാലും നല്ല മാർക്ക് തന്നെ വാങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബാസിൽ ജോയിൻ ചെയ്യുക. സൂപ്പറായി നമ്മൾ പഠിക്കാം. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നിങ്ങൾ നീറ്റിലോ കീമിനോ പ്രിപ്പയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ക്രാഷ് ബാച്ചുകളുണ്ട്. എല്ലാം നമ്മൾ ഡിസംബർ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും പറയാനുള്ള മക്കളെ, എല്ലാവർക്കും നെക്സ്റ്റ് എക്സാമിന് ഓൾ ദി ബെസ്റ്റ് തന്നുകൊണ്ട് ഞാൻ ബൈ ബൈ പറയാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, പബ്ലിക് എക്സാം അല്ല, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാം. ഈ പരീക്ഷ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ദിവസം കൊണ്ട് എക്സാമിനറിൽ പഠിച്ച ഒരു കുട്ടിക്ക് എന്ത് ഡിഫറൻസ് ആയിരിക്കും എന്നുള്ള വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ട് പഠിച്ചാൽ എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസും നല്ല ഹോപ്പും തരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് എക്സാം.